ശ്രീകുമാർ, ഞാൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന ലേബലിൽ മാത്രം അങ്ങയുടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അതിനുശേഷം കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇപ്പോൾ BJP ഇവിടെ അവകാശപ്പെടുന്നത് പോലെ ഒരു അട്ടിമറി സാധ്യതയിലേക്കൊക്കെ BJP എത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന റിസൾട്ട് വാസ്തവത്തിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ? അതായത് ഞാനിപ്പോ അസയോടൊപ്പം ഈ വിശകലനത്തിൽ ഇരിക്കുന്നത് ഒരു പത്രപ്രവർത്തകന്റെ കൗതുകത്തോടെയാണ്. ഒരു കോൺഗ്രസ്സുകാരനായി മാത്രമാണെങ്കിൽ എന്റെ സംസാര ശൈലി ഇതല്ല. കാരണം ഇവിടെ VPP മുസ്തഫ പറഞ്ഞവരൊന്നും അല്ല. എന്തായാലും തദ്ദേശം തൂത്തുവാരി അടിച്ചു കയറി തിരിച്ചടിച്ചു എന്നൊക്കെ എനിക്ക് പറയാൻ അറിയാമില്ല. പക്ഷെ ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി കൂടെ ആയതുകൊണ്ട് എനിക്കതിന്റെ കൗതുകമാണ് ഞാൻ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അത് കൈലി ചാനലിലാണെങ്കിലും ഞാനതിന് മാറ്റം പറയില്ല. ഇവിടെ BJPയുടെ പ്രതിനിധി ഇപ്പൊ പറഞ്ഞത് തിരുവനന്തപുരത്തെ ആ ഒരു മുന്നേറ്റത്തെ കുറിച്ച് ഒരു പ്രധാനമന്ത്രിയുടെ കമന്റ് അടക്കം അവർ വാങ്ങിച്ചെടുത്തു അല്ലേ. തിരുവനന്തപുരത്ത് BJPക്ക് മുൻപ് ഒരു മുൻതൂക്കമുണ്ട്. ഇപ്പൊ അവർക്ക് 50 സീറ്റ് കിട്ടി. പക്ഷെ അവർക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം 51 വേണ്ടത്. 50 കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അവിടെ ഭരണം അവർ ഉറപ്പിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലത്തെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭരണം ഇല്ലാതാക്കാൻ പറ്റാവുന്ന സംവിധാനങ്ങളൊക്കെ ഈ മുന്നണികൾ തമ്മിൽ ചിലപ്പോൾ ചെയ്യാറുണ്ടല്ലോ, BJP അധികാരത്തിൽ വരാതിരിക്കാൻ. അതൊക്കെ ഈ സമയത്ത് UDF LDF ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പൊ അവർക്കൊരു മുൻതൂക്കം തിരുവനന്തപുരത്ത് കിട്ടി. അത് എന്ന് വെച്ചാൽ അവരുടെ ഒരു നേട്ടം തന്നെയാണ്. അത് നമുക്ക് നിലനിർത്താം. പക്ഷേ ശബരിമല പന്തളത്ത് ഉള്ള പ്രശ്നം, അധികാരം പോയത് പാലക്കാട്ട് അവര് UDF-ഉം LDF-ഉം ഒപ്പത്തിനൊപ്പം അവിടെ കൃത്യമായ ഭൂരിപക്ഷം BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ പോലെ ഇല്ലല്ലോ, കിട്ടിയിട്ടില്ല. തൃശ്ശൂർ അദ്ദേഹം പറഞ്ഞു, തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ മണ്ഡലമാണ്. സുരേഷ് ഗോപി ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലാണ് കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ അവർക്ക് 6 ഉണ്ടായിരുന്നു. ഇത്തവണ അവർക്ക് 8 കിട്ടി. പക്ഷേ 7 ഉണ്ട് ശരിക്ക്. 8 എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാല് ഒരു വാർഡില് നറുക്കെടുക്കേണ്ടി വന്നു. അപ്പൊ ടോസ് ഇട്ടപ്പോ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റു. രണ്ടുപേർക്കും തുല്യ വോട്ട് കിട്ടി. അപ്പൊ അത് അവരുടെ നേട്ടമെന്ന് ഈ ടോസിലൂടെ ആണെങ്കിൽ 8 എന്ന് പറയാം, ഇല്ലെങ്കിൽ 7 എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അവരുടെ ഒരു ഗ്രാമം സുരേഷ് ഗോപി ദത്തെടുത്തിരുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് അവണിശ്ശേരി എന്ന് പറയും. തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട അവണിശ്ശേരി, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട അവിടെ ഇത്തവണ BJPക്കും UDF-നും തുല്യ സീറ്റുകൾ വന്നു. LDF-നും 3-4 സീറ്റുണ്ട്. അപ്പൊ അവിടെ ടോസ് ഇടുകയാണെങ്കിൽ ആർക്കാ ഭരണം എന്നറിയില്ല. അതല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി അറിയാം. BJPക്ക് ഒറ്റയ്ക്ക് അവിടെ ഭരിക്കാനുള്ള ഒരു ഭൂരിപക്ഷത്തെ കിട്ടിയിട്ടില്ല. പിന്നെ BJPയുടെ വളർച്ചയോ അല്ലെങ്കിൽ തളർച്ചയോ അല്ല ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത്. കാരണം BJP 2014 അധികാരത്തിൽ വന്ന ശേഷം ആ പാർട്ടി ഇന്ന് ഭരിക്കുന്നത് ഒറ്റയ്ക്കല്ല, 2 പ്രാദേശിക കക്ഷികളുടെ പിന്തുണയോടെയാണ്. ആ പിന്തുണ അവർ ഭരിക്കുന്ന ഒരു ഘട്ടത്തിൽ 2014 തിളക്കം അവർക്കിന്നില്ല. അപ്പൊ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിലെ ഒരു BJPയുടെ മുന്നേറ്റത്തെ ആരും കുറച്ച് കാണില്ല. കാരണം എന്താ വെച്ചാൽ അത് BJPയുടെ മുന്നേറ്റം തന്നെയാണ്, സംശയമില്ല. പക്ഷെ അത് അവിടുത്തെ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം നോക്കണം. രാജീവ് ചന്ദ്രശേഖർ അവിടെ മത്സരിച്ചപ്പോൾ ആ ഭാഗത്ത് കിട്ടിയ വോട്ടുകൾ നമ്മൾ നോക്കണം. അവിടെ ശശി തരൂര് ജയിച്ചത് ഏത് ഭാഗത്തെ വോട്ടർമാരാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചതെന്ന് ഇന്ന് അദ്ദേഹം ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ബാക്കി അവിടെയുള്ളവർ എല്ലാവരും ഓർക്കും. അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിലെ BJPക്ക് സ്വാധീനമുണ്ട്. പക്ഷേ സംസ്ഥാനാടിസ്ഥാനത്തിൽ മൊത്തം നോക്കുമ്പോൾ ഒരു ജില്ലാ പഞ്ചായത്തിലെ മെമ്പർ അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, കിട്ടുമെന്ന് എനിക്കറിയില്ല. അതുപോലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് അവർക്ക് 10-30 താഴെയുള്ള പഞ്ചായത്തുകളെ അവർ ലീഡ് ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് മുഴുവൻ കാര്യം നമുക്കറിയില്ല. അപ്പൊ അവർ സാന്നിധ്യം അവർ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഇല്ലെന്ന് പറയുന്നില്ല. അവിടെ ശ്രീ VPP മുസ്തഫ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ BJPയുടെ ഒരു വരവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അത് ശ്രദ്ധിക്കണം മുസ്തഫ, നിങ്ങളുടെ പാർട്ടി ശ്രദ്ധിക്കണം. കോൺഗ്രസ് വിരോധം കൊണ്ട് BJPയോട് ഒരു മൃദു സമീപനം കാണിച്ചാലേ ഇങ്ങനെ ഇരിക്കും, തിരുവനന്തപുരത്തെ പോലെ ഇരിക്കും. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നിങ്ങൾ UDF-നെ എതിരെ, UDF കോൺഗ്രസ് മുക്തമായാലും കുഴപ്പമില്ല, BJP വന്നാലും കുഴപ്പമില്ല, കോൺഗ്രസ് മുക്തമാകണം. കാരണം കേരളത്തിൽ LDF-നെ അധികാരത്തിൽ വരണമെങ്കിൽ UDF തകരണമല്ലോ. അപ്പൊ ആ ഒരു ചിന്ത വെച്ച് പുലർത്തിയാൽ BJPക്ക് സ്വാധീനം കൂടും. BJPക്ക് കഴിഞ്ഞ തവണത്തെക്കാട്ടിലും എന്തായാലും ഇത്തവണ അവരുടെ വോട്ട് ഷെയർ ഒരുപക്ഷെ കൂടിക്കാണും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കൃത്യമായ കണക്ക് നമ്മൾക്ക് ആയിട്ടില്ല. വോട്ട് ഷെയർ കൂടിക്കാണും. പക്ഷെ അപ്പോഴും അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ തിരുവനന്തപുരത്ത് ഒരു ഭൂരിപക്ഷത്തിലേക്ക് അവരിപ്പോഴും, എനിക്ക് കിട്ടിയ കണക്ക് വെച്ച് ഞാൻ പറയുന്നത്, അക്ഷര തെറ്റുണ്ട്, തിരുത്തണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് 50 സീറ്റ് എന്റെ അറിവിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അവിടെ ഒറ്റക്കക്ഷി എന്ന നിലയ്ക്ക് അവർക്ക് ഭരിക്കാം. കാരണം വെച്ചാൽ അങ്ങനെയാണ്.
കേരള രാഷ്ട്രീയ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ഒരുപക്ഷെ LDF ഉം UDF ഒന്നും BJP ഭരണം വരാതിരിക്കാൻ എന്തെങ്കിലും രാഷ്ട്രീയ തന്ത്രം അവിടെ രൂപപ്പെടുത്തുമെന്നൊക്കെ ചോദിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പറയുകയും ചെയ്തു, അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു അത് വാർത്താ സമ്മേളനത്തിൽ. ഞാൻ കേട്ടില്ലത്. അത് ഞാൻ പറഞ്ഞാൽ അതൊക്കെ അത് അതെ ഞാൻ പറഞ്ഞ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ ഭരിക്കട്ടെ. BJP അവിടെ എന്തായാലും ജനഹിതം എന്നുള്ളത് കളയുന്നത് ശരിയല്ലല്ലോ. ഇപ്പൊ ഭൂരിപക്ഷ സീറ്റ് ഒറ്റക്കക്ഷി അവരാണ്. അപ്പൊ അവർക്ക് ഭരിക്കാനുള്ള അവസരം കൊടുക്കുക. അതെന്തായാലും പഴയ കാലത്ത് തൊട്ടുള്ള നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു എന്താ പറയാ ഒരു സൗന്ദര്യം അതാണ്. അതായത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നവർക്ക് ഭരിക്കാൻ അവസരം കൊടുക്കുക എന്നുള്ളത്, അവരെ തട്ടിയിടാതെ. അതാണ് എന്റെ കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഇവിടെ ഞാൻ ശ്രീ മുസ്തഫയുടെ പാർട്ടിയുടെ ഇന്നത്തെ നിലയിൽ അവരെത്താനുള്ള കാരണം കൂടി മുസ്തഫ കാണണമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ VD സതീശൻ പറഞ്ഞൊരു വാക്കുന്നുണ്ട്, ജനങ്ങൾ വെറുത്തു എന്നൊരു വാക്കുണ്ട്. അതിന്റെ കാരണം എന്താണെന്നുള്ള മുസ്തഫയ്ക്കൊക്കെ നന്നായിട്ട് അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ 9 വർഷം അധികാരത്തിലിരുന്നൊരു പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിലും അഭിമുഖീകരിക്കുമ്പോൾ അവിടെ UDF ഉം LDF ഉം ഈക്വലായി നിൽക്കുമ്പോൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ആ തീരുമാനങ്ങൾ നമ്മുടെ കേരളത്തിലെ സാക്ഷരത കൂടി നിൽക്കുന്ന ഒരു ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കണമായിരുന്നു. ആ അശ്രദ്ധക്കുറവ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷെ അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ആദ്യമേ പറഞ്ഞത് UDFന് ഒരു മുൻതൂക്കം കിട്ടുന്നതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. 2010 കാര്യമേ മുസ്തഫ പറഞ്ഞുള്ളൂ. ഞാൻ 1991 കാര്യം കൂടി പറയാം. നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്തതുകൊണ്ട് പറയാം. 1991 14 ജില്ലാ കൗൺസിലും LDF അടിച്ചു കയറി തൂത്തുവാരി. UDF തകർന്നു വീണു. അപ്പൊ പെട്ടെന്ന് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം തുടർച്ച കിട്ടാനായിട്ട് അന്ന് നിയമസഭ പിരിച്ചുവിട്ടു. അധികാരത്തിൽ വന്നത് ആരാ? വൻഭൂരിപക്ഷത്തില് UDF അല്ലേ അധികാരത്തിൽ വന്നേ. അപ്പൊ അതുകൊണ്ട് അതും കൂടെ നമ്മൾ ഇതിൽ കാണണം ശ്രീ മുസ്തഫ. അപ്പൊ നമ്മൾ രാഷ്ട്രീയം